ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സാക്സ് വെറൈറ്റീസ്. ഞാനിപ്പോൾ ഉള്ളത് ശ്രീനഗർ റെയിൽവേ സ്റ്റേഷനിൽ. ഇവിടുന്ന് വന്ദേ ഭാരതിന് യാത്ര പോവാണ്. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ്. ഞാനിപ്പോൾ ഉള്ളത് ശ്രീനഗർ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തേക്ക് പോവാണ്. ഇതാണ് റെയിൽവേ സ്റ്റേഷൻ്റെ മുൻഭാഗം. ഇവിടെ വണ്ടി നിർത്തിയിട്ടിട്ട് ഇനി ഇവിടെ ഒരു കമ്പി ഉണ്ട്. കമ്പിന്റെ ഇടയിൽ കൂടി അങ്ങനെ ആകിയിട്ട് അങ്ങനെ സ്റ്റെപ്പ് കയറിയിട്ട് അങ്ങനെ അങ്ങോട്ട് മുകളിലേക്ക് പോകണം. ഇത് നിൽക്കുന്ന സ്ഥലത്തിന് ഇവിടെ നൗഗാം എന്നാ പറയാ. ശ്രീനഗർ റെയിൽവേ സ്റ്റേഷൻ നിൽക്കുന്ന അത് നൗഗാം. നമ്മുടെ പിന്നെ ശ്രീനഗർ സിറ്റി, അതായത് ലാൽ ചോക്കിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഏകദേശം ഒരു 10 കിലോമീറ്റർ ദൂരമുണ്ട്. ഇവിടെ പിന്നെ പോകുന്ന സമയത്ത് ഇങ്ങനെ സ്ക്രീൻ ചെയ്യണം നമ്മുടെ ബോഡിയും പിന്നെ ലഗേജും. അപ്പോൾ ഈ യാത്രക്കാരെല്ലാവരും ഇവിടെ പുറമെ ഇരിക്കുന്നുണ്ട്. ഇവിടെ 2 ട്രെയിൻ ഉണ്ട്. ഇപ്പോൾ ഒന്ന് വന്ദേ ഭാരത് 8 മണിക്കാണ് ഉള്ളത്. മറ്റേ ട്രെയിൻ ഇവിടുന്ന് ബാരാമുല്ലയിലേക്ക് പോകുന്ന ട്രെയിൻ ഉണ്ട്, അത് കുറച്ച് കഴിഞ്ഞിട്ടുള്ളതുണ്ട്. അപ്പോൾ അതിനുള്ള യാത്രക്കാരും കൂടിയാണ് ഇവിടെ ഉള്ളത്. പിന്നെ വന്ദേ ഭാരതിന്റെ ഏകദേശം ഒരു അരമണിക്കൂർ മുമ്പുള്ള തുറക്കുക. ഇതിന്റെ ഇവിടുത്തെ പാർക്കിംഗ് ഏരിയയും കാര്യങ്ങളൊക്കെയാണ് റെയിൽവേ സ്റ്റേഷനോട് ചാരിയിട്ടില്ല. ഇതാണ് സ്ക്രീൻ ചെയ്യുന്ന ഭാഗം കണ്ടില്ലേ, ബോഡി ചെക്ക് ചെയ്യുന്നുണ്ടല്ലേ. ഇതിന്റെ റൂഫാണ്, സീലിംഗ് അലൂമിനിയം ഷീറ്റിന്റെ അടിയിൽ മരത്തിന്റെ സീലിംഗ് കൊടുത്താണ്. ഇവിടെ എല്ലാ സ്റ്റേഷനുകളും ഷീറ്റാണ്, ഇരുമ്പിന്റെ അലൂമിനിയം ഷീറ്റിലാണ് ഉള്ളത്. കാരണം ഐസ് ഉരുകി വീഴാൻ വേണ്ടിയിട്ട് കോൺക്രീറ്റ് ഇല്ല ഇവിടെ എവിടെയും. ഇവിടെ നായ്ക്കളൊക്കെ ഇഷ്ടംപോലെ ഇവിടെ റെസ്റ്റ് എടുക്കുന്ന സ്ഥലമാണ്. ഇഷ്ടംപോലെ നായ്ക്കളുണ്ട്, നല്ല കട്ടിയുള്ള തൊപ്പുള്ള നല്ല ഉഷാർ നായകളാണ് ഇവിടെ ഉള്ളത്. അപ്പം ഇതാണ് അതിൻ്റെ അകത്തേക്ക് പോകുന്ന ഭാഗങ്ങൾ. ഇത് വേറൊരു നായത പുറത്ത് നിൽക്കുന്നുണ്ടല്ലേ. റെയിൽവേ സ്റ്റേഷനും മെയിൻ റോഡും തമ്മിൽ ഏകദേശം ഒരു 3/4 കിലോമീറ്റർ ദൂരമുണ്ട്. ഇത് ഇവിടുത്തെ ടൈമാണ്, ട്രെയിനിൻ്റെ ടൈം. ഇവിടുന്നാണ് ടിക്കറ്റ് കൊടുക്കുന്ന സ്ഥലം. അപ്പം ഇനി ഞാനിതിൻ്റെ അകത്തേക്ക് അങ്ങോട്ട് പോവാണ്. ഇതാണ് റെയിൽവേ സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോം. 3-ാമത്തേലാണ് വന്ദേ ഭാരത് വരിക. അപ്പം ഞാനിതിൻ്റെ എസ്കലേറ്ററിൽ അങ്ങനെ ഒന്നിന്ന് മുകളിലേക്ക് കയറി. ഇവിടെയാണ് പാർക്കിംഗ് ഏരിയ, വണ്ടികളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പാർക്കിംഗ് ഏരിയ ഇവിടെയാണ്. ഇത് നമ്മുടെ റെയിലിനെ ക്രോസ് ചെയ്തിട്ട് ഇനി താഴേക്ക് ഇറങ്ങണം. 3-ലാണ് സ്ഥിരമായിട്ട് വന്ദേ ഭാരത് വരുന്നത്. കണ്ടോ, നായകൾ ഒരു സമരം, ഒരു സംഘമായിട്ട് അങ്ങനെ പോകുന്നുണ്ട്. ഒരു ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ നായകൾ. ഇവിടുത്തെ ശ്രീനഗർ ബോർഡാണിത്. ഞാൻ എല്ലാ സ്റ്റേഷനിൽ പോയാലും ഒരു വീഡിയോ ഫോട്ടോ എടുക്കും. ഇത് ബാരാമുല്ലയിലേക്കുള്ള ട്രെയിന് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇരുന്ന് പോകുന്ന സീറ്റുള്ളതാണുള്ളത്. ഇതാണ് ശ്രീനഗർ എന്നുള്ള കണ്ടല്ലോ ബോർഡ്. 2008-ലാണ് ഈ സ്റ്റേഷൻ ഉദ്ഘാടനം കഴിഞ്ഞത്. ഇതിവിടെ ഇന്നിപ്പോൾ ഒരു പ്രോഗ്രാം ഉണ്ട്. ഇവിടുത്തെ ഒരു വേറെ ഗുഡ്സ് വണ്ടിയൊക്കെ പോകാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒരു മാലിടലും അതിൻ്റെ ഒരു ചടങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടുത്തെ ഗവർണർ വരുന്നുണ്ട് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഫങ്ഷൻ നടക്കുന്നതോട് ബന്ധപ്പെട്ടിട്ട് മറ്റേ തബലമുട്ടലും മ്യൂസിക്കും ഒക്കെ ഉണ്ട് ഇവിടെ. അങ്ങനെ ഇതാണ് ആ ട്രെയിന്, ഗുഡ്സ് വണ്ടി. ഇതുവരെ ഗുഡ്സ് ഇങ്ങോട്ടേക്കില്ല. നമ്മളെ ബാരാമുല്ലയിൽ നിന്ന് ഇങ്ങോട്ടേക്കുള്ള സർവീസ് തുടങ്ങുന്നുണ്ട് പറഞ്ഞിരുന്നു. ബാരാമുല്ലയിൽ നിന്നല്ല, ഉധംപൂരിൽ നിന്ന്. ഇപ്പം കട്ടറയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് മറ്റേ വന്ദേ ഭാരത് മാത്രമുള്ളല്ലോ ഉള്ളത്. അവിടെയാണ് 1-ാമത്തെ പ്ലാറ്റ്ഫോമിലാണ് ആ പരിപാടി നടക്കുന്നത്. ഇതാണ് അതിന് മാലയൊക്കെ ഇട്ട് നല്ല ഉഷാറാക്കിയിട്ടുണ്ട്. പോലീസുകാർ നല്ലോണം ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. അപ്പം ഇനി എൻ്റെ ട്രെയിൻ വരേണ്ട സമയം, എൻ്റെ വന്ദേ ഭാരത് വരുന്ന സമയമായിരിക്കുന്നു. അപ്പോൾ ഇവിടെ അധികം നിൽക്കാനും അവർ സമ്മതിക്കുന്നില്ല. കാരണം ഇവിടെ അങ്ങനെ ആളുകൾ അധികം കൂടി നിൽക്കുക എന്നുള്ളതൊന്നും പോലീസുകാർ സമ്മതിക്കില്ല. ഇവരുടെ കയ്യിൽ വടി ഉണ്ടാവും, വടി കൊണ്ട് വീശുകയെ ചെയ്യാറുള്ളത് ഇവർ സാധാരണ. ഇത് വന്ദേ ഭാരതിന് ഉള്ളവർക്ക് ഇരിക്കാനുള്ള ഒരു റെസ്റ്റ് റൂമാണ്. അപ്പോൾ നമ്മുടെ വന്ദേ ഭാരത് വരുന്നുണ്ട്, കണ്ടില്ലേ. ഇതിൻ്റെ അപ്പുറത്തൊരു സ്റ്റോപ്പിലാണ് നിർത്തിയിട്ടുള്ളത്. അപ്പോൾ അവിടുന്ന് ഇങ്ങോട്ടേക്ക് വന്നിട്ട് ഇവിടുന്ന് പിന്നെ അങ്ങനെ നേരെ ബനിഹാൾ വഴിക്ക് കട്ടറയിലേക്ക് പോവുകയാണ് ചെയ്യുക. രാവിലെ 8 മണിക്കാണ് ഇപ്പോൾ ഈ ഒരു ട്രെയിൻ ഉള്ളത്. അപ്പം നമ്മളുടെ കോച്ചിലേക്ക് നമുക്ക് കയറണം. ഇഷ്ടംപോലെ പാസഞ്ചേഴ്സ് ഉണ്ട് ഇവിടെ അങ്ങനെ കാത്തുനിൽക്കും. വണ്ടി വന്ന ഉടനെ തുറക്കൊന്നുമില്ല. പോകുന്നതിൻ്റെ ഏകദേശം ഒരു 10 മിനിറ്റ് മുമ്പുള്ളൂ നമ്മളെ ഡോറ് തുറക്കുള്ളൂ ഇവർ.
അപ്പൊ ഞാൻ ഇതിന്റെ അകത്തേക്ക് കയറുകയാണ്. ഇപ്രാവശ്യം ഫസ്റ്റ് ക്ലാസ്സിലാണ് യാത്ര. ഇതുവരെ മറ്റേ ക്ലാസ്സിലായിരുന്നു. ഫസ്റ്റ് ക്ലാസ്സിൽ എങ്ങനെ വെച്ചാൽ രണ്ട് ഭാഗത്ത് രണ്ട് സീറ്റാണ് ഉണ്ടാകുക, മറ്റേതിൽ 3ഉം 2ഉം ഉണ്ടാവും. ഇതിങ്ങനെ സീറ്റ് നമുക്ക് ഇങ്ങനെ നീക്കാം, അങ്ങോട്ടേക്ക് ഫ്രണ്ട് അങ്ങോട്ടും ഫ്രണ്ട് ഇങ്ങോട്ടൊക്കെ എങ്ങനെ വേണമെങ്കിൽ മാറ്റാം. ആ ഒരു സൗകര്യം ഫസ്റ്റ് ക്ലാസ്സിലുണ്ട്. ഇതിപ്പോൾ ഇങ്ങോട്ടുള്ളതിന് തിരിച്ചിട്ട് നമ്മളെ ഫേസ് മറ്റേ ഭാഗത്തേക്ക് ആക്കാം. അപ്പം ഇനി ഇത് ഭക്ഷണം തരുന്ന നമ്മളെ ഇവിടുത്തെ സർവീസ് ചെയ്യുന്ന സ്ത്രീകളാണ്. ആദ്യം ഒരു ന്യൂസ് പേപ്പർ തരും നമുക്കൊരു, പിന്നെ വെള്ളം ഉണ്ടാവും നമുക്ക്. അപ്പം ഇനി പ്രകൃതി ഭംഗി കണ്ടിട്ട് അങ്ങനെ പോവാം നമുക്ക്. എക്സിക്യൂട്ടീവ് ക്ലാസ്സിൽ ഞങ്ങൾ പോകുന്നത്. എക്സിക്യൂട്ടീവ് ക്ലാസ് അല്ലേ? വീഡിയോ ഇത് കാശ്മീരിലെ ഒക്ടോബർ മാസത്തിലുള്ള നമ്മളെ വയലുകളാണ്. ഞാൻ മുമ്പ് സെപ്റ്റംബർ മാസം കാണിച്ചിരുന്നു, ആഗസ്റ്റ് മാസം കണ്ടില്ല. അതൊക്കെ കൊയ്ത് ഇപ്പൊ കംപ്ലീറ്റ് വിശാലമാക്കി. ഇനി ഇതിൽ ഇവര് കടുക് വിളയിക്കും. ഇത് കംപ്ലീറ്റ് മഞ്ഞ കളർ കിട്ടും. ഞാൻ എൻ്റെ മുമ്പ് ഒരു ഏപ്രിൽ മാസത്തിൽ കാണിച്ചിരുന്നല്ലോ മഞ്ഞ, അതേപോലെ കംപ്ലീറ്റ് മഞ്ഞ കളറിലായിരിക്കും ഉണ്ടാകുക. ഇത് പഹൽഗാം ഏരിയ ആണ്, അനന്തനാഗ് ജില്ലയിൽപ്പെട്ട കാശ്മീരിലെ പഹൽഗാം ഏരിയ ആണ്. ഇതാണ് ക്രിക്കറ്റ് ബാറ്റിന്റെ വുഡുകൾ, വില്ലോ വുഡ്. നമ്മുടെ ഫ്ലൈറ്റിലൊക്കെ എയർ ഹോസ്റ്റസ്മാരുണ്ടാവില്ല, അതേപോലെ ഇതിലത്തെ ക്രൂ ആണ് ഈ സ്ത്രീകൾ. അവര് പിന്നെ ഭക്ഷണവും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെ. ഇതിൻ്റെ ഒരു ബോഗി കഴിഞ്ഞ ഉടനെ തന്നെ ഈ ഫുഡിൻ്റെ അറേഞ്ച്മെൻ്റ് ഉണ്ട്. ഇപ്പോൾ ഇതാ ഒക്കെ കൊണ്ടുവരുന്നുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡാണ് ഇതിൽ. 1300 രൂപയാണ് ഒരു ടിക്കറ്റിന് ചാർജ് ഉള്ളത്. ട്രേ ഒക്കെ റെഡിയാക്കി വെക്കുന്നുണ്ടല്ലേ. അപ്പോൾ എന്തൊക്കെയാണ് ഐറ്റംസ് എന്ന് വന്നു നോക്കിയാലുള്ളൂ പറയാൻ പറ്റുക. അപ്പോൾ എത്തിയിട്ടുണ്ട്. ഒരു കോൺഫ്ലെക്സ് ഉണ്ട്, പിന്നെ ഒരു ബിസ്ക്കറ്റ് ഉണ്ട്. ഇതിങ്ങനെ ഫ്ലൈറ്റിൽ അതേപോലെ അത് പൊന്തിച്ചിട്ട് അതിൻ്റെ ഉള്ളിലാണ് നമ്മളെ ഇതുണ്ടാകുക, ടേബിള്. അപ്പം ഇത് 2 കട്ട്ലറ്റാണ്. 2 കട്ട്ലറ്റ്. ഞാൻ ചായ കുടിക്കാത്തതുകൊണ്ട് പാല് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്. ഇത് ചെനാബ് പാലാണ്, പ്രസിദ്ധമായ പാലം. ഇത് നമ്മളെ ലോക്കോ പൈലറ്റിന്റെ അതിൻ്റെ അകത്ത് നിന്നിട്ടുള്ള വീഡിയോ ആണ്. ഇത് ബാക്ക് ഭാഗമാണ്, ഫ്രണ്ടിലേക്ക് പോകുന്ന ഈ ബാക്ക് ഭാഗത്തുള്ള ആ ഭാഗമാണ്. ഇതാണ് ചെനാബ് നദി. ഇതിൻ്റെ ലോകത്തിൽ തന്നെ ഏറ്റവും ഉയരം കൂടിയ പിന്നെ ബ്രിഡ്ജ് ഉള്ള അതാണിത്. അപ്പം ഇതിൻ്റെ 2 സൈഡിലും പിന്നെ വെള്ളം ഒഴുകുന്നുണ്ട്. അതായത് ഇതൊരു പാലാണ്, ചെനാബ് നദി. ചെനാബ് നദിക്ക് കുറുകെയാണ് ഈ ഒരു ബ്രിഡ്ജ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതാണത്, കണ്ടില്ലേ? ഇതിൻ്റെ മറ്റേ വീഡിയോ ഞാൻ മുമ്പ് വിട്ടിരുന്നു, 2 സൈഡ് വ്യൂ ഉള്ളത്. ഇത് ഫ്രണ്ട് വ്യൂ. ഇത് നിങ്ങൾക്ക് വളരെ അപൂർവമായിട്ടുള്ള ഇങ്ങനത്തെ വീഡിയോ കാണാൻ പറ്റുക. ഇത് 1315 മീറ്റർ നീളമുള്ള സ്റ്റീൽ കോൺക്രീറ്റ് പാലാണ്. 530 പിന്നെ മീറ്റർ നീളവും പിന്നെ 785 മീറ്ററുള്ള ഒരു അപ്രോച്ച് പാലം ഇതിൻ്റെ ഒപ്പമുണ്ട്. 359 മീറ്റർ നദീതടത്തിൽ നിന്ന് ഉയർന്നിട്ടാണ് ഇത് നിൽക്കുന്നത്. പിന്നെ ഇത് കഴിഞ്ഞാൽ പിന്നെ ടണലുകളാണ്, ഇഷ്ടംപോലെ ടണലുകളുള്ള ഒരു റൂട്ടാണ് ഈ കത്ര വന്ദേ ഭാരത്. ഇത് അതിൻ്റെ സൈഡ് വ്യൂ. ഇത് മുമ്പൊരു തവണ ഞാൻ എടുത്ത വീഡിയോ ആണ് ഈ കാണുന്നത്. ഇതാണ് സൈഡ് വ്യൂ. മുമ്പ് ഞാനൊരു മഴയത്ത് പോയ സമയത്ത് അത്ര അധികം ക്ലിയർ ഇല്ലായിരുന്നു. പിന്നെ ഇതിൻ്റെ ഗ്ലാസ് ഇപ്പം നല്ലൊരു കാലാവസ്ഥയിലുള്ള ആ ഒരു ഇതാണ് ഈ കാണുന്നത്. ഇതിൽ ജസ്റ്റ് ഒന്നും ഇങ്ങനെ സൈഡ് മാത്രമേ ഉള്ളൂ കാണുക. ഇതിൻ്റെ പുറത്തേക്ക് ഇറങ്ങാനൊന്നും ഇവിടെ ഒന്നും നിരോധിച്ചിട്ടുണ്ട്. ഈ ഒരു
ഇവിടെ സ്റ്റേഷനോ കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ ഇതിന്റെ സൈഡിൽ കൂടി ഇങ്ങനെ നോക്കി കാണുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ലോകത്തിൽ തന്നെ ഏറ്റവും ഉയരം കൂടിയ പിന്നെ റെയിൽവേ പാലാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, 359 മീറ്റർ ഡെക്ക് ഉയരമുള്ള ഒരു കമാന പാലാണിത്. അപ്പൊ ഇതിലൂടെ ഒന്ന് യാത്ര ചെയ്യണം എല്ലാവരും. ശ്രീനഗറിൽ നിന്ന് കട്ടറയിലേക്കും കട്ടറയിൽ നിന്ന് ശ്രീനഗറിലേക്കും പോകുന്ന സമയത്താണ് ഈ ഒരു പാലത്തിന്റെ മുകളിൽ കൂടി നമുക്ക് പോകാൻ പറ്റുക. ഇത് ഒരുപാട് കാലത്തെ പണിയാണ്. ഇതിലൂടെ ഒരുപാട് പാലങ്ങളും പിന്നെ ഇനിയൊരു കേബിൾ സ്റ്റഡ് പിടിച്ച് വേറെ വരാണ്ട്, ടണലുകള്, മലകളൊക്കെ തുറന്ന് ഇഷ്ടം പോലെ മലകൾ തുറന്നിട്ടാണ് ഇതിലൂടെ ഇതുണ്ടാക്കിയിട്ടുള്ളത്. റോഡ് വഴിക്ക് പോകുമ്പോഴും ഒരുപാട് ടണലുകൾ ഉണ്ട്. ഏറ്റവും വലിയ റോഡ് ടണൽ 9.2 കിലോമീറ്റർ ഉള്ള പിന്നെ മറ്റേ ഈ ചെനാനി ടണൽ എന്ന് പറയും. ഇതിനോട് പ്രകൃതി ഭംഗി കാണെങ്കിൽ നമ്മളെ ബനിമാലിക്ക് ബനിഹാളിൽ നിന്ന് ശ്രീനഗറിലേക്കുള്ള ഭാഗത്ത് മാത്രമേ ഉള്ളത്. അപ്പൊ നമ്മളൊരു ഇന്റർവ്യൂ ചെയ്യുന്നുണ്ട്, ഇനി അതൊന്ന് കാണാൻ നിങ്ങൾക്ക്. ഫ്ലൈറ്റിലൊക്കെ എയർ ഹോസ്റ്റസ്മാരുണ്ടല്ലോ. അപ്പൊ ഈ വന്ദേ ഭാരതിലെ ശ്രീനഗർ ടു ഖത്തറയിലെ 2 എയർ ഹോസ്റ്റസ് ആണ്. ഇവര് കാശ്മീർ നാഷണാലിറ്റിക്കാരാണ്, നല്ല സ്വഭാവക്കാരാണ്, വെരി നൈസ്. നേരത്തെ നമ്മൾ കണ്ട ആ ചെനാബ് നദി ഉണ്ടല്ലോ, അതിന്റെ ഒരു പോഷക നദി ഉണ്ട്, അഞ്ചി നദി. അതിന് കുറുകെയുള്ള റെയിൽവേ പാലാണിത്. ഇതിന് അഞ്ചി ഖാദ് പാലം എന്നാ പറയാ. 725.5 മീറ്റർ ആണ് ഇതിന്റെ നീളം. പിന്നെ 473.25 മീറ്റർ നീളമുള്ള കേബിൾ സ്റ്റഡ് ആണ് ഇതിന് നദീതടത്തിന് കുറുകെയുള്ള ഇതിന്റെ പ്രധാന ഭാഗമാണിത്. ഇത് നദീതടത്തിൽ നിന്ന് 331 മീറ്റർ ഉയരത്തിലാണ് നിൽക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ട ചെനാബ് നദിക്ക് ശേഷമുള്ള ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ 2ാമത്തെ റെയിൽവേ പാലമാണിത്. അതിന് പുറമെ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ കേബിൾ സ്റ്റഡ് പാലമാണ് ഈ പാലം. ഇത് നിൽക്കുന്നത് കട്ര ഋഷി സ്റ്റേഷനുകൾക്ക് ഇടയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇതിലിങ്ങനെ അനൗൺസ്മെന്റ് ചെയ്യുന്ന കേൾക്കാം നമുക്ക്. ഇത് ഈ സമയത്ത് ഓരോ സ്ഥലത്തുന്ന സമയത്ത് ഇന്നതാണെന്നുള്ള കാര്യം അവർ വ്യക്തമായിട്ട് പറയും. ഈ കട്ര ശ്രീനഗർ റൂട്ടിലൂടെ ഞാൻ ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് വേറെ തവണ യാത്ര ചെയ്തത് സാധാ ക്ലാസ്സിലെ ഒരു ടേബിളാണ്. ഇത് സെൻട്രൽ ഭാഗത്തുള്ളതാണ്. അത് നമുക്കിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാം. സെൻട്രൽ ഭാഗത്താണ് ഈ ഒരു ഇത് നിൽക്കുന്നത്. മറ്റുള്ളതൊക്കെ നമ്മുടെ സീറ്റിന്റെ ബാക്കിലാണ് ഉണ്ടാകുക. ഇതിങ്ങനെ ഹാഫിൽ ഇതിങ്ങനെയാണ് നിൽക്കുന്നത്. ഇപ്പോഴും നല്ല കാലാവസ്ഥ കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. കണ്ടില്ലേ, ഒരു വെള്ളക്കുപ്പി അവരെന്തായാലും തരും. പൊഹയാണിത്, പൊഹ. ബ്രേക്ക്ഫാസ്റ്റ് സാധാ ക്ലാസ്സിൽ പൊഹ അല്ലെങ്കിൽ ഒരു ജ്യൂസ് ഉള്ള ഒരു കുപ്പി വെള്ളവും ചായ, ഇതാണ് കിട്ടും. മറ്റേതിലും കട്ട്ലറ്റും ഇതൊക്കെ മറ്റേതിലുണ്ട്. ഇത് ടോയ്ലറ്റാണ്. ടോയ്ലറ്റൊക്കെ നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉള്ളത് തന്നെയാണ്. പിന്നെ ഓരോ ബോഗിന്റെ ഭാഗത്തും ടോയ്ലറ്റ്സുകളുണ്ട്. ഒരു സർക്കിൾ, ഒരു കർവ് മോഡൽ ഡോറാണ് ഉള്ളത് ഇതിൻ്റെ. ഉണ്ടല്ലേ, ഇങ്ങനെയാണ് ഇതിന്റെ ഡോറ് നിൽക്കുന്നത്.
ഈ ഒരു വന്ദേ ഭാരതിന്റെ ബോഗിയിൽ രണ്ട് ഭാഗത്തും ഓരോ ടി വി ഉണ്ട്. ഈ ടി വിയിൽ എന്തൊക്കെ കാണിക്കാന്ന് വെച്ചാൽ മുമ്പ് വരെ ചെയ്തിരുന്ന വർക്ക്, ഈ ചെനാബ് പാലത്തിന്റെ ഒക്കെ വർക്കും പിന്നെ മറ്റുള്ള വർക്കും കാര്യങ്ങൾ കംപ്ലീറ്റ് ഇവർ ഈ ഇതിൽ സ്ഥിരമായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. May I have your attention, please? We are about to reach Baniha railway station. Please be prepared to exit with all your personal belongings. The doors will open from the left side. Thank you. अच्छी समय में बनिहाल रेलवे स्टेशन पहुंचने वाली है. ഇപ്പോൾ ബനിഹാളിൽ എത്തിക്കുന്നത്. ബനിഹാളിൽ ഒരു സ്റ്റോപ്പ് ഉണ്ട് ഈ വന്ദേ ഭാരതിന്. പിന്നെ ഇനി കട്ടയിലാണ് അടുത്ത സ്റ്റോപ്പ് ഉള്ളത്. ഇവിടുന്ന് ബാരാമുല്ലയിലേക്ക് ട്രെയിൻ ഉണ്ട്. ഈ ബനിഹാളിൽ നിന്ന് ബാരാമുല്ലയിലേക്ക് ട്രെയിൻ ഉണ്ട്. പിന്നെ അതുപോലെ ഇനി ലാസ്റ്റ് ട്രെയിൻ പോകുന്നത് ഇതിന്റെ സങ്കൽദാൻ എന്ന് പറയും. ഇവിടുന്ന് കുറച്ചുകൂടി അങ്ങോട്ട് ദൂരമുണ്ട്. ഇപ്പൊ ടി വിയിൽ കണ്ടില്ല, ഇതൊക്കെ കാണിക്കുന്ന മുമ്പത്തെ റോഡും പാലവും പിന്നെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ബ്രിഡ്ജിന്റെ ഇതാണ് കേബിൾ സ്റ്റഡ് ബ്രിഡ്ജാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിലിങ്ങനെ നോക്കി കുത്തിരുന്ന ഹിന്ദിയിലും ഇംഗ്ലീഷിലും രണ്ട് ഭാഷയിലും വരും പറയും. ഈ ബ്ലാക്ക് ഡ്രസ് ഇട്ട് ഇവിടുത്തെ പോലീസുകാരെ പട്ടാളക്കാരായിട്ട് ഇതിന്റെ ഡ്യൂട്ടിയുള്ള ആൾക്കാരാണ്. അപ്പൊ ബനിഹാളിൽ നിന്ന് പോവാണ്. ബനിഹാളിന്റെ വിശദമായ ഒരു എപ്പിസോഡിന് മുമ്പ് കുറേ മുമ്പ് 2 കൊല്ലം മുമ്പ് ഞാൻ കാണിച്ചിരുന്നത്. ഇതിലൂടെ ICCൽ പോയി കഴിഞ്ഞാൽ നമ്മൾ സ്വിറ്റ്സർലാൻഡിലൂടെ യാത്ര ചെയ്യുന്ന ഒരു പ്രതീതി ഉണ്ടാവും. അത്രക്കും നല്ല സൂപ്പർ വ്യൂ ആണ്. നമുക്ക് പുതിയ അലർജി ഉണ്ടാവില്ല. റോഡല്ലേ ഇതാണോ ശരിക്കും മെയിൻ റോഡായിട്ട്? മെയിൻ റോഡല്ല, പോക്കറ്റ് റോഡ്. ആ മലയിൽ ഓൾമോസ്റ്റ് എടുക്കുന്നുണ്ട്. യാത്രയല്ലേ നീ എത്ര ഡോക്യുമെന്റേഷൻ കണക്ഷൻ എല്ലാ നഷ്ടത്തിലാണ്. जिसकी लंबाई 12.77 किलोमीटर है। यह टनल एयर मॉनिटरिंग, जेट फैन वेंटिलेशन और फायर सेफ्टी जैसी आधुनिक सुविधाओं से लैस है। USPRL सेक्शन में स्थित टनल ഇതിലൂടെ അല്ലേ ഏറ്റവും വലിയ ടണലിലൂടെയാണ് ഇപ്പൊ യാത്ര ചെയ്യുന്നത്. 12.77 കിലോമീറ്റർ നീളമുള്ള ടണലിലൂടെയാണ് യാത്ര ചെയ്യുന്നത്. at 12.77 kilometers. This engineering marvel features a main tunnel for operations and a parallel escape tunnel for safety. Built through ancient Precambrian rocks using advanced NATM technology, it connects the beautiful Samba Valley to Mahumangat Valley. Experience this incredible journey through the heart of the Himalayas.
എങ്ങനെ നടന്നിട്ട് എത്തുവാണല്ലോ ചിനാബ ഇതാണ് സങ്കൽദാൻ റെയിൽവേ സ്റ്റേഷൻ. ഈ സങ്കൽദാൻ റെയിൽവേ സ്റ്റേഷൻ വരെയാണ് പിന്നെ ബാരാമുല്ലയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ട്രെയിൻ ഉണ്ട്. എല്ലാ ട്രെയിനിലും ഏകദേശം 2 ട്രെയിന് ഒരു ദിവസത്തിൽ ഓടുന്നുണ്ട്. അതാണ് സങ്കൽദാൻ റെയിൽവേ സ്റ്റേഷനാണിത്. की तेज हवाओं का सामना करने में भी सक्षम है। इसका डिजाइन जोन 5 स्तर के भूकंप को भी झेलने में सक्षम है, जो इसकी मजबूती और सुरक्षा का प्रमाण है। चेनाब ब्रिज केवल इंजीनियरिंग की मिसाल नहीं है। यात्रीगण कृपया ध्यान दें, आप इस समय विश्व के सबसे ऊंचे रेलवे आर्च ब्रिज चेनाब ब्रिज के ऊपर से यात्रा कर रहे हैं, जिसकी ऊंचाई 359 मीटर है। यह पेरिस के प्रसिद्ध एफिल टावर से भी ऊंचा है। यह 68 किलोमीटर प्रति घंटा की तेज हवाओं का ഇതാണ് ചെനാബ് ബ്രിഡ്ജ്. ഞാൻ പലതവണ കാണിച്ചിട്ടുണ്ട്, പല യാത്രകളിലും എടുത്ത വീഡിയോകളൊക്കെയുള്ള സ്ഥലമാണ്. ഇതിപ്പോ അതിന്റെ ടോപ്പ് ഭാഗം മാത്രം ഇങ്ങനെ. മുമ്പ് ഞാൻ പാലത്തിന്റെ ഫ്രണ്ട് ഭാഗം കാണിച്ചിരുന്നു, നദിയുടെ ഭാഗം കാണിച്ചിരുന്നു. ഇത് നല്ല കാലാവസ്ഥയിൽ ഇങ്ങനെ ഒരേ ലെവലിലുള്ള ഒരു ഭാഗമാണ് ഈ കാണുന്നത്. ഈ വേൾഡിൽ തന്നെ ഏറ്റവും ഉയരം കൂടിയ പിന്നെ പാലം ചെനാബ് ബ്രിഡ്ജ്. അപ്പൊ അതാണിത്. आप सभी अपनी गौरवशाली यात्रा वृतांत हमारे साथ साझा करें। धन्यवाद। Ladies and gentlemen, we are now crossing the world's highest railway arch bridge, the Chenab Bridge. At 359 meters above the riverbed, it's taller than the Eiffel Tower and spans 1,315 meters. This robust structure can withstand extreme seismic and weather conditions, ensuring your safe journey. Enjoy this historic moment. Ladies and gentlemen, we are now crossing the world's highest railway arch bridge, the Chenab Bridge. At 359 meters above the riverbed, it's taller than the Eiffel Tower and spans अंजी ब्रिज। भारत की बेमिसाल इंजीनियरिंग के नए गौरव अंजी ब्रिज की ऊंचाई नदी तल से 321 मीटर है। यह ब्रिज 96 केबल्स द्वारा सपोर्टेड है। ഇതും ഞാൻ മുമ്പ് കാണിച്ചിരുന്ന അഞ്ചി ബ്രിഡ്ജ്, അതായത് കേബിൾ സ്റ്റഡ് ബ്രിഡ്ജ്. ഇത് വേറൊരു വ്യൂ ആണ്. നല്ല കാലാവസ്ഥയിലുള്ള ആ ഒരു സ്ട്രൈറ്റ് വ്യൂ ആണ് ഈ കാണുന്നത്. Greeting passengers, catch a glimpse as we cross India's first state railway bridge, the Anji Khad Bridge. A marvel of engineering brilliance, it features a single inverted Y pylon stand. ഞാൻ ഒരുപാട് തവണ ഈ റൂട്ടിൽ യാത്ര ചെയ്തിട്ടുണ്ട്, ഈ ഖത്ര നമ്മുടെ ശ്രീനഗർ റൂട്ടിൽ. അപ്പൊ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന വരെ TV-യിൽ കുറെ സംഭവങ്ങളുണ്ട്. ആ ഒരു സംഭവം ഞാൻ കാണിക്കാൻ പോകുന്നത്.
हो रही हैं। Doors are closing. दरवाजे बंद हो रहे हैं। Doors are closing. ഇവിടെ ഇതിൽ കംപ്ലീറ്റ് കാര്യങ്ങൾ കാണിക്കും. സ്പീഡ് അവിടെ എത്തുന്ന അടുത്ത സ്റ്റേഷന്, പിന്നെ അവിടുത്തെ വലിയ ബ്രിഡ്ജ് ഇത്യാദി കാര്യങ്ങൾ കംപ്ലീറ്റ് ഇതിലുണ്ട്. बाएं हाथ अस्सलामुअलैकुम। यहाँ लिख पैसा क्या पूरे पैसा എത്തിയിട്ടില്ല. പിന്നെ ഞങ്ങൾ മെസ്സേജ് വന്നില്ല. അപ്പോൾ ഞാൻ പോരുകയാണ്. ഞങ്ങൾ വണ്ടി കയറി പോരാൻ നിൽക്കുന്നുണ്ട്. ഹോം നെയ്ച്ചിട്ടുകാരനെ പോകില്ലേ പൈസ അയച്ചപ്പോൾ ഇനി വ്യാഴാഴ്ച അവിടെ 12 മണിക്ക് പകൽ 12 മണിക്ക് അള്ളുവിൻ്റെ അവസ്ഥയാണ്. ആ ശരി. അബ്ദുൽ മജീദ് ചോദിച്ചപ്പോൾ പറഞ്ഞു टैक्सी खबर के अभाव में
हाँ बेस सेहत से ठीक है हाँ शुक्र शुक्र मुनासिब हाँ ഈ ഏരിയയാണ് വന്ദേ ഭാരതിൽ ഫുഡ് സപ്ലൈ ചെയ്യുന്ന ഭാഗം ഇതിൻ്റെ. വന്ദേ ഭാരതില് ഓരോ ബോഗിയിലും ബാക്ക് സൈഡിൽ ഈ ഇതിൻ്റെ സ്പീഡ് കാര്യങ്ങൾ, അതിന് പുറമെ മുമ്പ് ചെയ്തിരുന്ന വർക്കുകൾ, ഹയസ്റ്റ് ബ്രിഡ്ജ് ഉണ്ടല്ലോ, ആ ബ്രിഡ്ജിൻ്റെ വർക്ക് നടന്ന സമയത്തുള്ള കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് ഈ ഒരു സ്ക്രീനിൽ കാണിക്കും. ഇവിടെയും ബാക്കിൽ 2 ഭാഗത്തുണ്ട്. അതിൽ എത്ര സ്പീഡിലാണ് പോകുന്നത്, നെക്സ്റ്റ് സ്റ്റേഷനിലേക്ക് എത്ര ദൂരമുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി മോദി ഉദ്ഘാടനം ചെയ്ത ആ ഒരു വീഡിയോ ഇത്യാദി കാര്യങ്ങളൊക്കെ ഈ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. ഇതാണ് ആ ബ്രിഡ്ജ്, കണ്ടോ കണ്ടോ? ഇതൊരു സംഭവമാണ്, ശരിക്കും തൂക്കുപാലം തന്നെയാണ്. ഇവിടെ തൂക്കിക്കാണ്. ഇതൊന്ന് പിടിച്ചിട്ട് അമ്പലത്തേക്ക് പോകണം. ഇതാണ് ആ പാലല്ലേ? ഈ 2 സീറ്റ് നമ്മളതായതുകൊണ്ട് എത്ര സൗകര്യത്തിൽ നമുക്ക് എടുക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ഉണ്ടല്ലോ നമ്മൾ ആൾക്കാർ പായിപ്പിച്ചാണ് നമ്മളെ. ആ ഒന്നുകൂടി എടുക്കണം, ആ കാണിച്ചതിനെ മതി. ഇതിൻ്റെ കൈ ഉറച്ചുകൊണ്ട് പറ്റിയ സ്ഥലമാണ്. രണ്ടും ഭക്ഷണം കുടിച്ച സ്ഥലമാണ്. 80 റുപ്യക്ക് ദാലും 2 റൊട്ടിയായിട്ട് 150 റുപ്യക്ക് 4 കറികൾ. അപ്പൊ പിന്നെ കുടിച്ചാതിരിക്കും.
ഇവിടെ 150 ശ്രീനഗറിൽ നിന്ന് 3 മണിക്കൂർ യാത്ര കഴിഞ്ഞ് കട്രയിൽ ഇറങ്ങിയിരിക്കുന്നത്. ഇനി ഇവിടെ നല്ല ഉയരത്തിലാണ് ഇവിടുത്തെ മറ്റേ പ്ലാറ്റ്ഫോമും ഇവിടെ നമ്മുടെ വിശ്രമ റൂമൊക്കെ ഉള്ളത്. ഇതിന്റെ ഏറ്റവും മുകളിലേക്ക് പോകണം. അതിനിവിടുന്ന് ഈ ഒരു എസ്കലേറ്ററിൽ കയറിയിട്ട് അങ്ങനെ പോവാം. ഉള്ളത് കട്ര റെയിൽവേ സ്റ്റേഷന്റെ പുറത്താണ്. ഇതാണ് അതിന്റെ മുറ്റം. ഇതാണ് അതിന്റെ ഫ്രണ്ട് ഭാഗം. കട്ര ശ്രീ വൈഷ്ണവദേവി കട്ര. ഇതിന്റെ ഈ മലന്റെ മുകളിലാണ് ഇവിടെ അമ്പലം ഉള്ളത്. ഒരു കഴുത പാഞ്ഞു കളിക്കുന്നുണ്ട്. അതിന്റെ പിന്നാലെ വേറൊരുത്തനും ഓടുന്നുണ്ട്. ഇവിടെ ഇഷ്ടംപോലെ ഈ കോവർ കഴുതകളുള്ള സ്ഥലമാണ്. ഇപ്പൊ ഏകദേശം രാത്രി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ രാത്രി ഉറങ്ങാനുള്ള ഒരു സൗകര്യമുണ്ട് ഈ ഈ സ്റ്റേഷനിൽ. അതിൻ്റെ ഒരു എപ്പിസോഡ് ഞാൻ പിന്നീട് വിടുന്നുണ്ട്. കുറഞ്ഞ കാശുള്ളൂ വരിക, ഭക്ഷണമൊക്കെ ഫ്രീ ഉള്ളൊരു സംഭവം, ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉള്ള. ഇതാണ് ശ്രീ മാതാ വൈഷ്ണവദേവി കത്ര സ്റ്റേഷൻ. ഇതിൻ്റെ അവിടുന്ന് നേരെ നോക്കിക്കഴിഞ്ഞാൽ മലൻ്റെ അവിടെയാണ് ഈ അമ്പലം ഉള്ളത്. അവിടേക്ക് ഹെലികോപ്റ്റർ സർവീസ് ഉണ്ട്. പിന്നെ ഇവിടുത്തെ കോവർ കഴുതേൻ്റെ മുകളിൽ പോവാം. ഏകദേശം ഒരു 15 കിലോമീറ്ററോളം ദൂരമുണ്ട് അങ്ങോട്ടേക്ക്. ഈ നമ്മുടെ ഈ സ്റ്റേഷൻ്റെ അവിടുന്ന് അമ്പലത്തിൻ്റെ അങ്ങോട്ടേക്കുള്ള യാത്ര. അപ്പം ഞാൻ രാത്രി ഡിന്നറൊക്കെ കഴിച്ചിട്ട് പുറമേ വന്നു. അന്ന് ഇവിടെ ഹാൾട്ടാണ് ഈ റെയിൽവേ സ്റ്റേഷനിൽ. ഇതാണ് നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന, കേരളത്തിൽ നിന്ന് വരുന്ന ലാസ്റ്റ് ട്രെയിൻ വന്ന് ഇറങ്ങുന്ന സ്റ്റേഷനാണ് ഈ ഒരു സ്റ്റേഷൻ, കട്ര റെയിൽവേ സ്റ്റേഷൻ. ഇതിന്റെ പരിസരത്തൊക്കെ വളരെ കടകളൊക്കെ കുറവാണ്. ഒരു 2 കിലോമീറ്റർ ദൂരത്ത് അപ്പുറത്താണ് ഇവിടുത്തെ മെയിൻ ടൗണും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇതാണ് കട്ര റെയിൽവേ സ്റ്റേഷൻ. അപ്പൊ നിങ്ങൾ കാശ്മീരിൽ വരുന്നുണ്ടെങ്കിൽ ഈ കട്ര റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ട് നിങ്ങൾക്ക് വന്ദേ ഭാരതിന് യാത്ര ചെയ്യാം. വന്ദേ ഭാരതിന് നല്ല അടിപൊളി സൂപ്പർ യാത്രയായിരിക്കും ശ്രീനഗറിലേക്കുള്ള കട്രയിൽ നിന്നുള്ള യാത്ര. അപ്പൊ ഞാൻ ഈ ഒരു എപ്പിസോഡ് ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ നമ്മുടെ സാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമന്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.